പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറെ നാൾക്ക് ശേഷം ഒരു അടിപൊളി ചലഞ്ചുമായിട്ടാണ് സുഹൃത്തുക്കളെ വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചലഞ്ച് കൊച്ചു എക്സ്പ്ലെയിൻ ചെയ്തു തരും. പ്രഗ്നൻസി വാട്ടർമെലൺ ചലഞ്ച്. അതെ ഗൈസ്, അതെ. നമ്മൾ 3 പേരും നമ്മളിന്ന് പ്രഗ്നന്റ് ആവാൻ വേണ്ടി പോവാം. ആവശ്യമില്ല, സത്യത്തിൽ ആവശ്യമില്ല. 2 ഗർഭം ഒരുമിച്ച് ചുമക്കാൻ പോവാ. അതെ അതെ, ഒന്ന് അച്ഛൻ്റെത് ഇൻബിൽഡും. അപ്പൊ ഗൈസ്, അമ്മ ഇന്ന് ഇല്ലല്ലേ? നമ്മള് മൃദുലേക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നു പറഞ്ഞു. അപ്പം പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്തുകൂടാ. അതിന് മാത്രല്ല, ഞാൻ നടക്കുന്നതിന് പ്രത്യേകിച്ച് കളിയാക്കാറുണ്ടല്ലോ. ഞാനിപ്പോ അല്ലാതെ ഇങ്ങനെ കാണിച്ചു തരാം, അങ്ങോട്ട് എടുത്ത് കെട്ടുക, കാണിച്ചു തരാം. അതാ നമ്മള് ഓടി കിടക്കുന്നത്. 9 മാസം ഞാൻ ഇപ്പൊ എത്ര മണിക്കൂറാ? 24 മണിക്കൂറുണ്ട് ഞാൻ ചെയ്ത് അടിച്ചു തരാം. എനിക്ക് പേരേ ഉള്ളൂ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് എന്തായാലും ചുമക്കാൻ പറ്റും, അത് ചീഞ്ഞു പോകും. വാട്ടർമെലൺ അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ വെച്ച് കെട്ടാൻ വേണ്ടി പോകും. എവിടെ വാട്ടർമെലണോടെ? എന്ത് എടുത്തില്ല. അപ്പൊ ഗൈസ്, നമ്മളിത് സെറ്റ് ചെയ്യാൻ പോട്ടെ. വയറിൽ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. 3 വലിയ, ഏതാണ്ട് ഈ 3 എണ്ണം കൂടി ഏതാണ്ട് 14 കിലോ ഉണ്ട് കേട്ടോ. നമ്മളെ കുഞ്ഞിപ്പോ എത്ര കിലോ കാണും? കുഞ്ഞിന്റെ വെയിറ്റും പിന്നെ എന്റെ വയറിന്റെ വെയിറ്റും എല്ലാം കൂടെ കൂട്ടി കുഞ്ഞിന്റെ വെയിറ്റ് മൊത്തം ഒരു 2 ഇല്ല, 1.5 കാണും. അതെ, നമ്മൾ അതിന് പകരം ഇന്ന് 3 പേരും കൂടി തണ്ണിമത്തന നമ്മൾ മൊത്തം 14 കിലോ ഉണ്ട്. അതിൽ ഏറ്റവും വലുത് ഏട്ടന് വെച്ചു കൊടുക്കണേ. അച്ഛന്. എടാ, അച്ഛന് ഒരുപാടാവും. ചെറുത് മതി, ഇല്ലെങ്കിൽ ഓ, ഇതും വലുതാട്ട. ഇതാണ് ഇതിൽ ചെറുത് കേട്ടോ, കൊച്ചി. അച്ഛന് ഓൾറെഡി വയറുള്ളതുകൊണ്ട് നമ്മളെ പരിഗണിച്ചിരിക്കുന്നത്. ചുമന്നിട്ട് മതിയായില്ലെന്ന് തോന്നുന്നു. അമ്മയുടെ ആഗ്രഹം അച്ഛന് പറഞ്ഞു തരുവാ. വാടി ഇങ്ങോട്ട് നോക്കിക്കുന്നു. കോഡ് ഭാഷയിൽ എന്താ കിണ്ടിയൊക്കെ മോട്ടിച്ചോണ്ട് അച്ഛനെ ചുറ്റാൻ പോവാട്ടോ. അച്ഛനെ ഗർഭിണിയാൻ പോവാ. എത്തുന്നുമില്ല പിടിക്കാൻ. ഇവിടെ സ്റ്റിക്ക് ചെയ്തോ? തീർന്നാ? വെച്ചോട്. അച്ഛനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛൻ നടത്തേലും ആ മാനർസും എല്ലാം അങ്ങനെ വേണം. അങ്ങനെയൊക്കെ അത് വയറിന്റെ അങ്ങനെ. ഓക്കേ, അയ്യോ എടാ, കറക്റ്റ് ഒരു ബേബി ഇത്ര കാണത്തോളെ, ഒരു കുഞ്ഞ് ഇത്ര ഈ ഒരു സ്ട്രക്ചറിലെ കാണത്തോളെ. അച്ഛൻ ഇരുന്നാണ് ഇങ്ങനെ കുത്തിയിരിക്കാൻ പറ്റുന്ന ചാക്കെടുത്താണ്. പാടാ, ഇതാണ് ഗർഭിണിയുള്ള പാട്. കൊച്ചുവിന്റെ ഗർഭം നീണ്ട ഗർഭം. നിന്റെ ഗർഭത്തിൽ എന്തൊരു കൊമ്പ്. ഇവിടെ ഒരു കൊമ്പ് ഗർഭത്തിന്. ഏട്ട ഓടുന്നു. അച്ഛാ, ചാക്ക് അങ്ങനെ വെച്ചപ്പോ കൊള്ളാം. എന്റെ ഭർത്താവ് മത്തന് ഗർഭിണിയായ കൊച്ചു ഗർഭം. ശരി, അതാ കുഞ്ഞിന്റെ ആരോഗ്യം നോക്കാതെ തുള്ളുതാ. അടിയിലൂടെ ചുറ്റണം. എനിക്ക് കുറച്ചുകൂടെ ആകുമ്പോഴേ ആ വെയിറ്റ് ആവത്തുള്ളൂ. 1 മാസം കൂടെ കഴിയണ്ടേ ആ വെയിറ്റ് വരെ. എന്തോ ഒരു അസ്വസ്ഥത, ശ്വാസം കൊണ്ട് വയറിനാരെ പിടിക്കുന്നതാണ് തോന്നുന്നു. ആ ശരിയാ, ഇല്ല കറക്റ്റ് അല്ലേ? നീ ഇതാണ് ഇതാ ശരിക്കും ഗർഭിണി. പക്ഷെ എന്തോ നമ്മൾ പോലെ അറിയാതെ ഒരു ചേഞ്ച് വരുന്നുണ്ടല്ലേ? ആ ശരിയാ, നടക്കുന്നതില് ഇരിക്കുന്നതില്. ഇവന്റെ ഇല്ല മിസൈലിന്റെ ഇല്ല സാധനം ഉണ്ടല്ലോ, അത് കണക്ക് കിടക്കുന്നു താഴോട്ട് നോക്കിയാണ്. ഇപ്പൊ പെറുവായി പോയി പറ്റിട്ട് അതോ ആ റൂമിലോട്ട് പോ. ഡോക്ടർ അവിടെ ഒരു പൂച്ചയുണ്ട്. ഇന്നിരുന്നാണ് നീ പിടിച്ച് പെതുക്ക.
കുഞ്ഞാവ അനങ്ങുവേ. മത്തന്റെ കുരു അതിനകത്ത് കുഞ്ഞാവ. ഇതെന്തരാ കാടിക്കെല്ലാം കമത്തി വെച്ചേക്കുന്ന ഇരിക്കുമ്പോഴേ ഇതിന് കുരു തിന്നാ. പയ്യെ പയ്യെ ഇങ്ങോട്ട് മാറിയാണ് ഫേഷ്യൽ ചെയ്ത മുഖം, അങ്ങോട്ട് മാറിയാണ്. ഒരു പുഷപ്പെടുത്താണ്. പുഷപ്പെടുക്കാൻ പറ്റുമോ? എടി ദൂരങ്ങോട്ട് തേച്ച് മഴക്കാനും കറി വെക്കാനും ഒക്കെ കൊടുക്കായിരുന്നു. ഞാൻ കൊക്ക് ആരാ വരുന്നത് ഗൈസ്? ഓടി കൊച്ചു ഓടി. അച്ഛനുണ്ട്, അച്ഛനുണ്ട്. ഞാൻ പറഞ്ഞു ബാബു അച്ഛനുണ്ട്. ഇവിടെ പോലെ അച്ഛൻ ഇങ്ങനെ പോകുമ്പോ അച്ഛനുണ്ട് കുനിഞ്ഞു തൂക്കണല്ലേ. അമ്മ 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 അമ്മായിമ്മ. അമ്മായിമ്മയാണേ അല്ല ഇല വെച്ചിട്ട് വിളിച്ച ഡാൻസ് കളിക്കുന്ന തൂക്കുന്ന. എനിക്ക് അത്ര വയ്യായികൊന്നും അവന്റെ മനസ്സിൽ വാട്ടർമെലൻ എന്നുള്ള ചിന്ത ഉണ്ട്. എടി ഇവര് അങ്ങനെ ഒരു ചിന്ത ഇല്ല. ഇവ ഗർഭിണികളെ പോലെടാ. അയ്യോ തറക്കി നോക്കും. അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് തൂക്ക്. കുഞ്ഞേടാ എവിടെ പിടിക്കുന്നു? നെഞ്ച് വന്ന് ഇവിടെ ഇരിക്കുന്നു. അവളെ പോലെ ആക്ട് ചെയ്ത് തൂക്കാം. ഒരുപാട് വയറായില്ല മുറുവന്. കുറച്ചും കൂടെ അടുത്ത മാസമൊക്കെ കഴിയുമ്പോ നല്ല വയറാവും. ബുദ്ധിമുട്ടുണ്ടോ? ഓ ഉണ്ടല്ലേ. ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ 9 മാസമൊക്കെ എങ്ങനെ ചുമക്കൂല്ലേ? സത്യം ഭയങ്കര പാടാട്ടോ. ഇത്ര നേരമായപ്പോഴും നമുക്ക് ഈ ബുദ്ധിമുട്ട്. 9 മാസം കഴിയുന്നവരെ ചെയ്യണ്ടേ? ഓ ആണല്ലേ. എടാ നടു ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടേക്കുന്ന നീ. ഗൈസ് അപ്പൊ ഒരു ചലഞ്ചാണ് കേട്ടോ. നമ്മള് നമ്മൾ ഇങ്ങനെ നിന്നിട്ട് എത്രത്തോളം താഴെ വരെ എത്താൻ പറ്റുന്ന ഫ്ലെക്സിബിലിറ്റി അളക്കും കേട്ടോ. എത്ര പോകത്തുള്ള? അത്ര പോവാ? പറ്റുന്നില്ലേ? ഇവന്മാര് ഇവനതൊന്നും അറിഞ്ഞൂടാ. ഞാൻ കണ്ടു. എന്റെ ഗർഭം എങ്ങനാ? എന്തിനീ തൊട്ട്? എടി അവൻ തൊട്ടേ കൂടെ. ഇതൊക്കെ സിമ്പിള്. ഇത് നെഞ്ചത്ത് നിന്നപ്പോ പൊട്ടും പലതും. ഇപ്പൊ അബോഷനാവും. എഴുന്നേറ്റ് പക്ഷെ എനിക്ക് എന്തോ ഒരു അറ്റാച്ച്മെന്റ്. ഞാൻ നിന്നെ എങ്ങനെ പോളി തിന്നും? യവന് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. നീ സ്കാനിങ്ങിന് എന്തിനാണ് പറ. തെങ്ങി കയറണോ? തെങ്ങി കയറണോ? ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ആ തെങ്ങി കയറണം, തെങ്ങി കയറണം. ഞാൻ കേറാം. പ്രവീണ് കേറും ഗൈസ് തെങ്ങില്. പറ്റും. അവൻ കേറും. കേറാ കേറാ തെങ്ങി. ഗൈസ് പിന്നെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗർഭിണി തെങ്ങി കയറാൻ പോവാ. കേറാ കേറാ കേറാ. നീ തേങ്ങ അടത്തിയിട്ടേ വരാം. ആ കമ്പിഞ്ഞെടുത്താണ്. ആ കമ്പിട്. നീ ഇറങ്ങിയ അടിയാ. ഓയ്യോ നീ ഇറങ്ങിയ അടിയാ. കേറാ കേറാ അങ്ങോട്ട്. കേറാ കേറാ തെങ്ങി കേറാ. നീ തേങ്ങ അടത്തിയിട്ട് വന്നാ മതി. കേറാ. അയ്യേ അയ്യേ അയ്യേ. ഞാനാ? ഞാനില്ല. അവൻ നീ നിന്റെ ഗർഭം കൊണ്ട് കയറിയാണ്. നീ നേരെ വരെ കയറണ്ട. ഇച്ചിരി ഒന്ന് കയറിയാ മതി. മാറിയില്ല. തെങ്ങിന്റെ മൂട്ടിന്ന് മാറിയില്ല.
മാറിയില്ലേ എന്റെ അത്ര എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറ് എന്നേട്ടാ തൊട്ടൊക്കെ തൊഴിയുന്നു. ഇതെങ്ങനെ കേറും? ഇനി കേറാനും കുറച്ചുകൂടെ മരുത്തി എന്നാ പറ്റിയേ? കഴപ്പ്. അല്ലെങ്കിൽ ഗർഭിണിയായിട്ട് തെങ്ങിലെ കയറുന്ന പെണ്ണുങ്ങളെ സമ്മതിക്കണം. ആർക്കും പറ്റില്ല. ഇതുണ്ടോ കൈയൊക്കെ പോയാണ് കൈയൊക്കെ സച്ചിൻ കയറുന്ന കേസ് ഇതുകൊണ്ട് ഒന്നാമത്തെ മുണ്ടൊക്കെ ഇത് യൂട്യൂബിൽ ഇടാനുള്ള വീഡിയോ. ഇത് വെച്ച് കെട്ടിയോണ്ട് അത് പിടിക്കാനും പറ്റൂല. ചെറിയ ചെറിയ പരിപാടികൾ. ചെറിയ ചെറിയ ഇനി നമുക്ക് ഗർഭിണി വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. വണ്ടി ഓടിക്കണ്ടല്ലേ? ഓടിക്കണ്ട. ഗർഭിണി എങ്ങനെയാണ് വണ്ടി കയറുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് മുറി കാണിച്ചു തരും എങ്ങനെയാണ് ഒരു ഗർഭിണി കയറേണ്ടത്. ഇച്ചിരി പാടാ, ഗർഭമുണ്ടേ ആയതേ ഉള്ളൂ, പെട്ടെന്നായിരുന്നെല്ലാം. യവനൊരു പ്രശ്നവും ഇല്ല. അവന് വയറില്ല. അച്ഛനായാലും അച്ഛൻ കെട്ടിയോട്ട് ഇരിക്കും കേട്ടോ. അച്ഛൻ എണീക്കാൻ വയ്യ. അച്ഛന് വയറും കൂടി ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ വെയിറ്റ് ആയി. പറഞ്ഞില്ല ഞാൻ ചിരിക്കുമ്പോ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ഗർഭിണി വണ്ടി കയറുവാണ്. ഇച്ചിരി എനിക്ക് ഇറങ്ങാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ആദ്യം തിരിഞ്ഞ് കാലെടുത്ത് വെച്ച് പിന്നെ ഇങ്ങനെ ഇരുന്നിട്ടേ ഇവിടുന്ന് ഇങ്ങനെ ഓ അങ്ങനെ എണീക്കത്തുള്ളൂ. എനിക്ക് എണീക്കാൻ പറ്റും. അതേ കണക്ക് ഞാൻ കാണിച്ചു തരാം. നേരെ കാല് രണ്ട് നേരെ വെച്ചിട്ട് ചരിഞ്ഞിട്ട് തിരിഞ്ഞ് അങ്ങനെ എണീറ്റ് പിടിച്ചിട്ടേ എനിക്ക് എണീക്കാൻ പറ്റും. അങ്ങനെ എണീറ്റ് വരണം. ഈ ഗർഭിണിയോണ്ട് ഒന്നിനും കൊള്ളാം. എന്തോ നിന്റെ കെട്ടിവളിങ്ങനെ എവളെ കൊണ്ട് ഒന്നും നടക്കൂല. അയ്യോ ഇപ്പൊ വെറും എനിക്ക് ഇറങ്ങടി ഓടിയേ. വീട്ടിൽ അയലോക്കെ അച്ഛൻ നാണക്കേട് കൊണ്ട് അവിടെ കയറിയിരിക്കുന്നത് കേട്ടാ. ഇടത് സൈഡ് വേണം കിടക്കാൻ. ഇനി ഈ സൈഡിന് ആ സൈഡോട് തിരികെയാണ്. എണ്ണിക്കേ നേരെ എണീക്കണേ. ചരിഞ്ഞെണീക്കാണ്. ചരിഞ്ഞെണീക്കാൻ എളുപ്പം. നേരെ എണീക്കാൻ പറ്റൂലേ. പത്ര വില കൊടുക്കേണ്ടി. ചരിഞ്ഞാ പറ്റും. ഇങ്ങനെ എണീക്കാൻ പറ്റില്ല. അങ്ങനെ എണീക്കാവോ ഗർഭിണികൾ? എടാ കൈ കുത്താതെ. ഗവന് ശരീരത്തിന് പറ്റില്ല, അതുകൊണ്ട് എണീക്കും കേട്ടോ. നമുക്ക് ഷട്ടിലൊക്കെ കളിക്കാം. ഡെലിവറി എടുക്കാം. സിസേറിയൻ വേണം, അത് നോർമൽ വേണോ? സിസേറിയൻ ആയിരിക്കും. അടുത്ത പ്രവീണ് ഗർഭിണിയായിട്ട് ഷൂ ഇടുന്നത്. ഗർഭിണി എങ്ങനെയാണ് ഷൂ ഇടുന്നതെന്ന് നോക്കാം. എപ്പോഴും പറയുന്നതാണ് ചെരിപ്പിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നോക്കാം എത്രത്തോളം ടഫാണെന്ന്. കുനി അങ്ങോട്ട് കുമ്പിടറാ. പക്ഷെ ഒരു കാര്യമുണ്ടേ, എന്ത് നമുക്കിങ്ങനെ വയറ് നോകത്തൊന്നും ഇല്ല. ഇത് വെച്ച് കെട്ടിയുണ്ട് അങ്ങനെ. പക്ഷെ റിയൽ ആയിട്ട് ഇത്ര വയറുണ്ടെങ്കിൽ ഒരിക്കലും പാടാ. വേനയും കൂടെ എടുക്കും. ഒന്നാമത് കുഞ്ഞു കിടക്കുമ്പോ കുടലിന്റെ എല്ലാത്തിന്റെ സ്ഥാനം മാറും. ഇരുന്നിട്ടാണ്. അതെ മുഖം ചോക്കുന്നത്. ശ്വാസം വിട്ടു. ലാസ്റ്റ് ഞാനോട് ഇട്ട് കടിക്കാം. മെയിനായിട്ടേ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതെ. അപ്പൊ കുഞ്ഞിനോടുള്ള ശ്വാസം കൂടെ ഞങ്ങൾ വേണം ശ്വസിക്കാൻ. ഹാൻഡ്സ് ഓഫ്.
അടുത്ത അച്ചായി കമ്പ മുണ്ടൊക്കെ താത്തിട്ടിട്. എടി ഗർഭിണി പാടാ റിയൽ ഗർഭിണി വരട്ടെ. ഹെൽപ്പ് വേണം. അപ്പോൾ നീ മോലെ അവർക്ക് ഷൂ ഇട്ട് കൊടുക്കണം കേട്ടോ. അതെ അതെ അതെ. ഇപ്പോഴത്തെ അറിയാമോ നമ്മള് മെയിനായിട്ട് നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എന്തൊക്കെയാണ് Guys, ഇതൊരു ചലഞ്ച് മാത്രമല്ല, ഇതൊരു അവയർനെസ് കൂടിയാണ് സുഹൃത്തുക്കളെ. എല്ലാരും ഹെൽപ്പ് ചെയ്യണം. എല്ലാരും പറയും മിറ്റ കുഞ്ഞു പോകണം, പക്ഷെ വെറുതെ കുഞ്ഞു വിട്ടാൽ നടുവേ എനിക്ക് തോന്നും. പാടാട്ടാ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ ഷൂ ഇടുന്ന? ഇടണ്ടെന്ന് വെക്കണം. സാധാ ചെരുപ്പ് ഇടണോ ഇല്ലടാ? അതാണ് കുറച്ച് നാളത്തേക്കല്ലേ? കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റും. അതിനോട് ഇന്ന് കെട്ടുമ്പോഴായിരിക്കും കുറച്ചുകൂടെ പാട്. സമയം എടുക്കും. ഇനി തൊട്ട് നീ ഷൂ ഇടണ്ടേ? ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നീ ഷൂ ഇടണ്ടേ? ഇത് വലിയ നിങ്ങളുടെ ഷൂ അല്ലേ, വലുതായതുകൊണ്ട് കാലൊക്കെ കയറും. പിന്നെയും കയറും. ഇനി നമ്മള് ഗർഭിണിയാ. ഇപ്പം ദുർബിണിയായി ഇപ്പോഴേ. ഷട്ടിൽ കളിക്കാം. എനിക്ക് വയ്യ. പറ്റത്തില്ല, വരുന്നില്ല, ചലഞ്ചാ. കെട്ട് കുനിഞ്ഞങ്ങോട്ടെ ഇടങ്ങോട്ടെ. ആ ഇങ്ങോട്ട് കുനിഞ്ഞെട്. ഇല്ലെങ്കിൽ എന്താ മക്കളെ ബാ പിടി. ഇങ്ങനെയൊക്കെ ചാടിയെന്നുണ്ടെങ്കിൽ ഉള്ളിക്ക് പിടിക്കുക, അടി ചെയ്തു. ഒരു പാവ ഗർഭിണിയാണത്. അച്ഛന്റെ ഗർഭത്തിൽ അടിക്കുന്നു. ഓ ജസ്റ്റ് സിറ്റിയുടെ ഗർഭത്തിൽ ഗർഭിണിയാണെങ്കിൽ അങ്ങനെ കുടിയല്ലേ, ഇങ്ങനെ എടുക്കാവൂ ഒരു കാര്യം. നേരെ ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ഇരിക്കാവൂ, ഇങ്ങനെ കുടിയില്ല. ഇല്ല, താറാവ് ഫ്രണ്ടും ബാക്കും ഒരേ ഷേപ്പ്. അച്ഛന് ഫ്രണ്ടിലും ബാക്കിലും ഗർഭം. യഥാർത്ഥത്തിൽ എല്ലാ അമ്മമാരും എല്ലാവരെയും സമ്മതിക്കണം. നമുക്ക് കുറച്ച് മണിക്കൂറുകൾ ഇങ്ങനെ നിന്നപ്പോ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്. ഇരിക്കാനും വണ്ടി ഇരിക്കാനും അല്ലെങ്കിൽ നിസാര ഒരു ചെരുപ്പിടാൻ തന്നെ വേറെ കാര്യം, കുട്ടിയാന്നുള്ളതിൽ കെയർ ചെയ്ത് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. അതെ അതെ. അത് വ്യത്യാസങ്ങൾ. അതുമല്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ജോലിക്ക് വന്ന ഇതുണ്ട് അല്ലേ, അപ്പൊ എല്ലാവർക്കും സമ്മതിച്ചേട്ടോ. അമ്മക്ക് ഇത്ര പേരുണ്ടായിരുന്നോ? പിന്നെ അവര് വാട്ടർ മെല്ലൻ നമുക്ക് വയറ് കുറവായി. ഇത്രയും വയറുണ്ടായിരുന്നു. വയറ് അല്ല കുറവായിരുന്നു. ചെറിയ മൃദുലയുടെ അത്ര ഉണ്ടായിരുന്നോ? ഇത്രയൊന്നുമില്ല. എന്താ എലിക്കുഞ്ഞായിരുന്നു അതിനകത്ത് കിടന്ന. അതാ നീ അമ്മ എവന് എന്റെ എത്ര പേരുണ്ടായിരുന്നു? എവനായപ്പോ അതിൽ ആമ്പിള്ളേർക്ക് കൊടുക്കുക ചെറിയ വയറാന്ന് പറയുന്നത്. അപ്പൊ ഗൈസ് എന്തായാലും നമ്മളെ ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. അപ്പൊ നിങ്ങളും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ആരെ ഗർഭമായിരുന്നു ഏറ്റവും സൂപ്പർ എന്ന് കമന്റ് ചെയ്യും. അതെ അതെ, ആരെ ഗർഭം. നിങ്ങൾ എല്ലാരും ഇപ്പൊ അച്ഛന്റെ ആയിരുന്നു മിക്കവാറും. ഒറിജിനാലിറ്റി. അപ്പൊ ഗൈസ് നമ്മളിത് ഇത് കഴിഞ്ഞ് അഴിച്ചു മാറ്റാൻ വേണ്ടി പോകണം. അപ്പൊ എന്തായാലും അടിപൊളി ഒരു ചലഞ്ച് ആയിരുന്നു. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് സീരിയസ്ലി നമുക്ക് മനസ്സിലായ കേട്ടോ. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം സുഹൃത്തുക്കളെ. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള വരെ ബൈ.